സിനിമയിലെ രക്ഷകൻ തങ്ങളുടെ യഥാർത്ഥ ജീവിതത്തിലും രക്ഷകനായിട്ട് മാറുന്ന ഒരു അത്ഭുത കാഴ്ചയാണ് തമിഴ്നാട്ടിൽ നിന്നുള്ളത്. സി ജോസഫ് വിജയ് എന്നും ഞാൻ இந்த விஜய் நீ வா விஜய் நாங்களா இருக்கோம் பாத்துக்கிறோம் விஜய் தம்பி நீ வா நாங்க இருக்கோம் விஜய் தம்பி நீ வா நாங்க இருக்கோம் அண்ணா நீ வாடா நாங்களா இருக்கோம் நண்பா நீ வா நண்பா நாங்களா இருக்கோம்னு சொல்லி തമിഴ് സിനിമാ സൂപ്പർ സ്റ്റാർ വിജയ് ഇനി തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയാണ്. MGRനും ജയലളിതയ്ക്കും ശേഷം കോടികൾ പ്രതിഫലം ലഭിക്കുന്ന സിനിമാ രംഗം തീർത്തും ഒഴിവാക്കിയിട്ട് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വന്ന വിജയ്ക്ക് ഭാവിയിൽ ഇതിലും വലിയ ടിസ്റ്റുകൾ ഒരുപാട് അതിജീവിക്കേണ്ടി വരും. സത്യപ്രതിജ്ഞയിൽ നടത്തിയ പ്രസംഗം ഉണ്ടല്ലോ, സത്യപ്രതിജ്ഞാ ചടങ്ങ് ഗംഭീരം, സിനിമയെ വെല്ലുന്ന രീതിയിലുള്ള സംസാരം. ഉങ്ങള ഒർത്ത മാരിതാ ഉങ്ക കുടുംബത്തിലെ ഒർത്ത മാരിതാ ഉങ്ക പുള്ള മാരിതാ ഉങ്ക മകൻ മാരിതാ ഉങ്ക അണ്ണ മാരിതാ ഉങ്ക തമ്പി മാരിതാ. നോക്കിയിട്ടുള്ള വായനല്ല, കൃത്യമായിട്ട് രാഷ്ട്രീയം പറയുന്നുണ്ട്. ഒരു സുപ്രഭാതത്തിൽ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയതല്ല വിജയ്, കാലങ്ങളായുള്ള കൃത്യമായ ആസൂത്രണം അതിന് പിന്നിലുണ്ട്. ഞാൻ മുന്നാടിയെ சொன்ன மாதிரி மக்கள் பணத்துல இருந்து ஒரு பைசா கூட நான் தொட மாட்டேன். எனக்கு அது அவசியமும் இல்ல. அது உங்களுக்கு நல்லாவே தெரியும். இந்த விஜய் தப்பு பண்ண மாட்டான், தப்பு பண்ணவும் விட மாட்டான். அது யாராக இருந்தாலும் சரி, என்னோட கவர்மெண்ட்ல என் கூடவே இருக்கிறவங்களாகவும் சரி விட மாட்டான். വിജയ് മക്കൾ ഇയക്കം എന്ന ആരാധക സംഘടനയിലെ ആൾക്കൂട്ടം ഭാവിയിൽ വോട്ടായി മാറുമെന്ന ദീർഘവീക്ഷണം അതുണ്ടായിരുന്നു. അതാണിപ്പോൾ യാഥാർത്ഥ്യമായിട്ടുള്ളത്. ആരാധക സംഘടന 2024 ഫെബ്രുവരി 2-നാണ് TVK എന്ന രാഷ്ട്രീയ പാർട്ടിയായിട്ട് മാറിയത്. ചെന്നൈയിലെ ലയോള കോളേജിൽ നിന്ന് വിഷ്വൽ കമ്മ്യൂണിക്കേഷനിൽ ബിരുദ പഠനം പൂർത്തിയാക്കിയ വിജയ് 1990കളുടെ അവസാനം വരെ ഒരു റൊമാൻറ്റിക് ഹീറോ മാത്രമായിരുന്നു. തുടർന്നാണ് പിന്നീട് പോരാട്ട വീര്യമുള്ള കഥാപാത്രങ്ങൾക്ക് ശ്രദ്ധയൂന്നിയത്. ഇതൊക്കെ പ്ലാനഡ് ആയിരുന്നു. 2012 ശേഷം സാമൂഹിക നീതിയിൽ വേരൂന്നിയ രക്ഷകൻ എന്നുള്ള കഥാപാത്രങ്ങളുടെ ബോധപൂർവം പ്രതിച്ഛായൊക്കെ മാറ്റിയെടുത്തു. പാളിപ്പോകുന്ന ജനാധിപത്യത്തെ രക്ഷിക്കുന്ന ഒരാൾ, രാഷ്ട്രീയ അരാജകത്വത്തെ ചോദ്യം ചെയ്യുന്ന നായകൻ, ജാതിമത വിവേചനങ്ങളെ വിമർശിച്ചും അഴിമതിക്കും ഭരണകൂട നിസ്സംഗതക്ക് താക്കി നൽകുന്നൊരു നായകൻ. ഇങ്ങനെ വിജയ് കഥാപാത്രങ്ങൾ ഹിറ്റുകൾ സമ്മാനിച്ചു. സ്വന്തം സിനിമകളിലൂടെ തന്നെ വിജയ് പ്രത്യയശാസ്ത്രപരമായ ഒരു അടിത്തറ പാകിയിരുന്നു. സർക്കാർ സിനിമയുടെ ഓഡിയോ റിലീസിംഗ് വേളയിലാണ് വിജയ് രാഷ്ട്രീയ പ്രവേശനം വെളിപ്പെടുത്തിയത്. ബിഗിലിന്റെ പേരിൽ ആദായ നികുതി റൈഡിന് ഇരയാവുകയും ചെയ്തു. കമൽഹാസനും രജനീകാന്തിനും വിജയകാന്തിനും കഴിയാത്തത് വിജയ്ക്ക് കഴിഞ്ഞിരിക്കുന്നു. അധികാരത്തെ ചോദ്യം ചെയ്യാൻ ജനങ്ങളെ ഉണർത്തുന്ന ശബ്ദമായിട്ട് വിസിലിനെ അദ്ദേഹം കണ്ടു. ആ വിസിൽ അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നവുമായിട്ട് മാറി. എന്തായാലും സൂപ്പർ സ്റ്റാർ വിജയ് ഇനി തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയാണ്, ഏറ്റവും പ്രതീക്ഷയോടുകൂടി കാണുന്ന മുഖ്യമന്ത്രി.